Hello guys, welcome back to my channel Exotic Pet Vlogs. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഗൈസ് നമ്മൾ പറയാൻ വന്ന ഗൈസ് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടു കാണുമായിരിക്കും ഗൈസ് നമ്മുടെ മോൺസ്റ്റർ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകാരികളായിട്ടുള്ള പട്ടികൾ നിരോധിച്ചതായിട്ട് നമ്മൾ കണ്ടായിരുന്നു, ബാൻ ചെയ്തതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ബാൻ ചെയ്തു. കേരളത്തിലല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരോ. നേരെ ഗൈസ് പോകാം. അപ്പം ഗൈസ് നമ്മൾ പറയട്ടെ, അപ്പോൾ നമ്മുടെ ഡോഗ്സുകളെയൊക്കെ നമ്മൾ എന്താ പറയുക ബാൻ ചെയ്തു. നമ്മുടെ മോൺസ്റ്റർ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ഡോഗ്സിനെ ബാൻ ചെയ്തു. ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ്സുകളെ ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പിറ്റ്ബുള്ള്, അതുപോലെ തന്നെ റോഡ് വീലർ, അതുപോലെ തന്നെ ഡോബർമാൻ, അതുപോലെ തന്നെ ഗൈസ് അതുപോലെ തന്നെ അമേരിക്കൻ ബുള്ളി, അതുപോലെ തന്നെ ഗൈസ് അതുപോലെ തന്നെ ഗൈസ് കാൻഗൂസോ, ഇതുപോലത്തെ ഡോഗ്സുകളൊക്കെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ്സുകൾ എന്ന് പറയുന്നത് ഗൈസ്. ഇവരെയൊക്കെ ബാൻ ചെയ്തു. ബാൻ ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ്സുകളായതുകൊണ്ടാണ് ഇതിനെ ബാൻ ചെയ്യാനായിട്ടുള്ള കാരണം ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ പറയട്ടെ, ബാൻ ചെയ്യാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗൈസ് ഡോഗ്സിനെ എന്താ ഗൈസ് നമ്മൾ പറയട്ടെ, ഡോഗ്സ് എന്താ പറയുക, നമ്മൾ എങ്ങോട്ടേലുമൊക്കെ നമ്മൾ ഗൈസ് പലരും ഈ ഡോഗ്സിനെ വളർത്തുന്നവരുണ്ടായിരിക്കും ഗൈസ്. നമ്മൾ പറയാം, അപ്പം നമ്മളാണെങ്കിൽ ഒരു വീട്ടിലോട്ട് പോകുമ്പോഴത്തേന് നമ്മൾ ചുമ്മാ ഒരു വീട്ടിലോട്ട് പോകുമ്പോഴത്തേന് അവിടെ റോഡ് വീലറോ ഈ പിറ്റ്ബുള്ളോ ഏതെങ്കിലും ഒരു പട്ടിയെ വളർത്തുന്നവർ കാണുമായിരിക്കും. അപ്പോൾ അവരതിനെ അയച്ചുവിട്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴത്തേനും നമ്മൾ കടിച്ച് കീറി കൊല്ലും. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഡോഗ്സുകൾ എന്ന് പറയുകയാണെങ്കിൽ നല്ല ബൈറ്റ് ഫോഴ്സ് ഉള്ള ഡോഗ്സുമാണ്, നല്ല ജിമ്മൊക്കെ ആയിട്ടുള്ള ഡോഗ്സാണിത്. നല്ല പവർഫുൾ മെൻറ്റാലിറ്റി ഉള്ള ഡോഗ്സുകളാണ് ഈ ഡോഗ്സുകളൊക്കെ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളെ മനുഷ്യരെ കടിച്ച് കീറും, ഉറപ്പായിട്ടും കൊല്ലും. അതുകൊണ്ടാണ് നമ്മളെ ഈ പട്ടികളെയൊക്കെ നിരോധിക്കാനായിട്ടുള്ള കാരണം കേസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഇതുപോലത്തെ ഡോഗ്സുകളെ ചിലവരൊക്കെ ആണെങ്കിൽ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മളിവരെ മേടിച്ചിട്ട് ഇവരെ അപകടമായതുകൊണ്ട് തന്നെ ഭയങ്കര ശല്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഉപേക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പിന്നെ നാടൻ പട്ടികളെ പോലെ ഇങ്ങനെ ഉപേക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ നാടൻ പട്ടികളായി മാറും. അപ്പോൾ തന്നെ വഴിയെ പോകുന്നവരെയൊക്കെ കടിച്ച് കീറി കൊല്ലും. അപ്പോൾ തന്നെ കേസ് ബൈക്കിലും സ്കൂട്ടറുകളിലും ഒക്കെ പോകുന്നവർ അവരെയൊക്കെ മറിച്ചിട്ട് കടിച്ച് കീറി കൊല്ലും. അപ്പോൾ ഇതുപോലൊക്കെ കുറേ മരണം നമ്മുടെ കേരളത്തിൽ നടക്കുന്നതുകൊണ്ടാണ് ഇവരെ ബാൻ ചെയ്യാനുള്ള കാരണം കേസ്. ഇതുപോലത്തെ മരണമൊന്നും ഉണ്ടായിരിക്കാനായിട്ടാണ് ഇവരെ ബാൻ ചെയ്തത് കേസ്. എനിക്കായിരിക്കും വിഷമമുണ്ടായിരിക്കും ഇതുപോലത്തെ പട്ടികളെ ബാൻ ചെയ്തതിൽ. കാരണം എനിക്കിനിയും വലുതാകുമ്പോൾ ഭാവി എനിക്ക് ഇതുപോലത്തെ പട്ടികളെയൊക്കെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിറ്റ്ബുള്ളോ റോഡ് വീലറിനെ ഒക്കെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇനി നമുക്കത് പറ്റത്തില്ല ഗൈസ്, കാരണം ഇവരെ ബാൻ ചെയ്തു. പക്ഷെ വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എങ്ങനെ നമുക്ക് നിങ്ങളെ എങ്ങനെ വളർത്താം എന്ന് ചോദിച്ചാൽ ഇനിയും ഇതുപോലത്തെ ഡോഗ്സിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ബാൻ ചെയ്തു. എന്നപ്പോൾ എങ്ങനെ വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളി രാജ്യങ്ങളിൽ ഈ പട്ടികൾ എപ്പോഴും ഉണ്ട്. വെളി രാജ്യങ്ങളിൽ തന്നെ ചില രാജ്യങ്ങളിൽ മാത്രമേ, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇവരെ നിരോധിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ നിരോധിച്ചിട്ടില്ല. UAE, കാനഡ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് നിരോധിച്ചിട്ടില്ല. അപ്പം അവിടേക്കാണെങ്കിൽ നമ്മളിവരെ പട്ടിയെ മേടിച്ചിട്ട് നമ്മൾ കുഞ്ഞിനെയോ അല്ലെങ്കിൽ വലിയനെയോ മേടിച്ച് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മളിവരെ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വളർത്താവുന്നതാണ്. അങ്ങനെ വളർത്തിയ കേസില്ല. അല്ല ഗൈസ്, നമുക്കിനിയും വളർത്താൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ അവരുടെ ബ്രീഡിങ്ങും എല്ലാം നിർത്തിവെച്ചു. കാരണം നമ്മുടെ ഇതുപോലത്തെ ഡോഗ്സുകളുടെയൊക്കെ കെന്നലും ക്യാനലൊക്കെ ഉള്ളൂ. അവിടുത്തെ ഈ ബ്രീഡിങ്ങും എല്ലാം നിർത്തിവെച്ചു. കാരണം കേസ് അപ്പം ഇപ്പം ഡോഗ്സിനെ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. ഇപ്പം പെറ്റ് ഷോപ്പുകളിലൊന്നും ഇതിനെ ഇപ്പം വിൽക്കുന്നില്ല. പെറ്റ് ഷോപ്പുകളിലും അതുപോലെ ഡോഗ്സിൻ്റെ ഫാമുകളിലും കെന്നലുകളിലും ഒന്നും ഇതിനെ ഇപ്പം വിൽക്കുന്നില്ല. ബ്രീഡിങ്ങും എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ബ്രീഡിങ് എല്ലാം ക്ലോസ്ഡ് ആക്കി ഈ ബാൻഡ് കാരണം. ബ്രീഡിങ് ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ സെയിൽ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ
പോലീസ് എന്തായാലും കേസ് എടുക്കും. നമുക്ക് കേസാവും, നമ്മൾ പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഗൈസ് ഇവരെ അതുകൊണ്ടാണ് ഗൈസ് ഇവരെ ബ്രീഡിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുന്നത് ഉള്ള കേസ്. എല്ലാവരും നിർത്തി കാണും ഉള്ള കേസ്. ഒരു മാർച്ചിൽ ഏതോ ഒരു ദിവസത്തിലായിരുന്നു പത്രത്തിൽ ഈ ഒരു വാർത്ത ഞാൻ കണ്ടത്. എല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലേ ഗൈസ് ഈ ഒരു വാർത്ത. അപ്പം എന്തായാലും എനിക്ക് വിഷമമുണ്ട്. എന്നാ ചെയ്യാൻ പറ്റും, നമുക്കിനി അങ്ങനെ വല്ലതും വളർത്താൻ വെളി രാജ്യങ്ങളിൽ വല്ലതും കൊണ്ടുവരുന്നത് അങ്ങനെ വേണമെങ്കിൽ വളർത്താൻ പറ്റും. ശരിക്കും നമ്മുടെ ഇവിടെ ഈ ഒരു പെറ്റ്സുകളെ പോലും നിരോധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ പട്ടികളെയൊക്കെ നിരോധിച്ച് ഉള്ള കേസ്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ തന്നെ ഗൈസ് ഇപ്പോൾ വളർത്തുന്നവർ എന്നാ ചെയ്യണമെന്നായിരിക്കും വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ റോഡ് വീലറിനെയോ പിറ്റ്ബുള്ളിനെയോ അതുപോലെ അമേരിക്കൻ ബുള്ളിയോ ഏതിനേലും വളർത്തുന്നവർ കാണുമായിരിക്കും കള്ള ഗൈസ്. അവരിനിയും എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ സോറി ഗൈസ്, ചുമയാണ്, കുറച്ച് തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ പറയട്ടെ ഗൈസ്, ഇനി നമ്മൾ ഡോഗ്സിനെ വളർത്തുന്നവർ ഇനി എന്നാ ചെയ്യുമെന്നായിരിക്കും വിചാരിക്കുന്നത്. അല്ല ഗൈസ് സോറി, ഇപ്പം ഈ പിറ്റ്ബുള്ളോ റോഡ് വീലറിനോ ഏതിനേലും വളർത്തുന്നവർ കാണുമായിരിക്കും. അവരിനി എന്നാ ചെയ്യുന്നതായിരിക്കും വിചാരിക്കുന്നത്. ഇനി പോലീസ് വല്ലതും പിടിക്കുമോ, ഇതിനെ നിരോധിച്ചുകൊണ്ട് തന്നെ ഇവരിനെ വിൽക്കണോ, എന്നാ ചെയ്യുമെന്നായിരിക്കും വിചാരിക്കുന്നത്. അവരെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഗൈസ്, ആ പട്ടിയെ ആർക്കും വിൽക്കാതിരിക്കുക, സെയിൽ ചെയ്തിരിക്കുക, അതിൻ്റെ ബ്രീഡിങ് എല്ലാം നിർത്തി വെക്കുക, അതിനെ അവിടെ തന്നെ വളർത്തുക. അത് മാത്രം ചെയ്യുക. കേസൊന്നും എടുക്കത്തില്ല. പുതിയതായിട്ട് വളർത്തുന്നവർ മാത്രമേ കേസ് എടുക്കത്തുള്ളൂ. ലോകത്തിൻ്റെ ബ്രീഡിങ് കെയറിലൊന്നും ചെയ്യുമ്പോഴാണ് കേസ് എടുക്കുന്നത്. എല്ലാം നമ്മൾ കേസ് എടുക്കത്തില്ല. ഇപ്പം വളർത്തുക പട്ടിയെ ഗൈസ്. ശരിക്കും ആണും പെണ്ണും ഒക്കെ ആയിട്ട് വളർത്തുന്നവരുണ്ടെങ്കിൽ, ബ്രീഡിംഗ് ഒക്കെ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അവരൊന്നും ബ്രീഡിങ് എല്ലാം നിർത്തി വെക്കുക. പിന്നെ കെന്നലുകളിലൊക്കെ ബ്രീഡിങ് എല്ലാം നിർത്തി വെക്കുക ഉള്ള കേസ്. പിന്നെ സിംഗിളായിട്ടുള്ള ഡോഗ്സുകളൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മാത്രമേ വളർന്നുള്ളെങ്കിൽ അവരെ വിൽക്കാതിരിക്കുക, അവിടെ തന്നെ വളർത്തുക ഉള്ള കേസ്. അങ്ങനെ ചെയ്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കേസൊന്നും എടുക്കത്തില്ല. അപ്പം ഇങ്ങനെ ചെയ്യുക ഗൈസ്. പുതിയതായിട്ട് വളർത്തുന്നവർ മാത്രം മേടിക്കുന്നതാണെങ്കിലേ കേസ് എടുക്കത്തേ ഉള്ളൂ ഉള്ള കേസ്. നമുക്കിനി കിട്ടത്തില്ല ഡോഗ്സുകളെ ഇവിടെ. ഇനി ഭയങ്കര പാടാണ് കിട്ടണം, കാരണം നിരോധിച്ചു ഡോഗ്സ്. ഇപ്പം ഇനി ഒരിടത്തും കിട്ടത്തില്ല. ഈ പിറ്റ്ബുള്ള് റോഡ് വീലർ ഇവനെയൊന്നും ഒരിടത്തും കിട്ടത്തില്ല. എന്തായാലും നല്ല പവർഫുള്ളായിട്ടുള്ള ഡോഗ്സുകളെയാണ് ശരിക്കും നിരോധിച്ചിരിക്കുന്നത്. ശരിക്കും നല്ലൊരു ഗാർഡ് ഡോഗ്സ് തന്നെയാണ് ഈ റോഡ് വീലർ ആയിക്കോട്ടെ, പിറ്റ്ബുള്ളർ ആയിക്കോട്ടെ, അമേരിക്കൻ ബുള്ളി ആയിക്കോട്ടെ, അതുപോലെ തന്നെ കാൻഗൂസോ ഡോബർമാൻ ഇതുപോലത്തെ ഡോഗ്സുകളൊക്കെ നല്ല ഗാർഡ് ഡോഗ്സ് ആയിരുന്നു. കാരണം വീട്ടിൽ വളർത്തുന്നവർക്ക് നല്ലൊരു ഗാർഡ് ഡോഗ്സ് ആയിരുന്നു. കാരണം സെക്യൂരിറ്റി പോലെ ഗാർഡ്. കാരണം നമ്മൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കിടക്കുമ്പോഴത്തേന് കള്ളന്മാരൊക്കെ വരുന്ന നമ്മൾ സ്വർണ്ണവും പൈസയൊക്കെ മോഷ്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പട്ടി ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല. കാരണം ഈ പട്ടിയെ പക്ഷെ കൂട്ടിനകത്ത് അന്നപ്പോൾ അടയ്ക്കാതിരിക്കുക, വെളി ഇടുകയാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. കള്ളന്മാരെ അഴിച്ചു വിടുകയാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. കാരണം ആ കള്ളന്മാരെ എന്തായാലും ഓടിച്ച് കടിച്ച് കീറും. അതുകൊണ്ട് തന്നെ കള്ളന്മാരെ കൊല്ലാനായിട്ട് ഇവർ നല്ലൊരു ഡോഗ്സാണ്. കാരണം കള്ളന്മാരുടെ ശല്യമൊക്കെ ഇല്ലാക്കുന്ന ഡോഗ്സുകളായിരുന്നു ഇതൊക്കെ. ഇനി എന്നാ ചെയ്യില്ലേ ഗൈസ്. പക്ഷെ വളർത്തുന്നവർക്ക് കുഴപ്പമില്ല, ഇപ്പോഴും ഗാർഡ് ഡോഗ്സ് തന്നെയാണ്. പക്ഷെ പുതിയതായിട്ട് വളർത്തുന്നവർക്ക് മാത്രമാണ് ഗാർഡ് ഡോഗ്സ് പറ്റാത്തതെന്ന് പറയുകയാണെങ്കിൽ. ഇതുപോലത്തെ നല്ല നല്ല ഡോഗ്സ്, ഇതൊക്കെ നല്ലൊരു പവർഫുൾ ഡോഗ്സ് ആയിരുന്നു. ഇവരെ നിരോധിച്ചു. പക്ഷെ ബാക്കി ഡോഗ്സുകളുണ്ട്. നമുക്ക് പക്ഷെ ഡോഗ്സിനെ വളർത്താൻ പറ്റത്തില്ലെന്നല്ല, നമുക്ക് പക്ഷെ വേറെ ഡോഗ്സുകളെയൊക്കെ വളർത്താം. പവർഫുള്ളാകാത്ത ബാക്കി ഡോഗ്സ് ഉണ്ട്. നമ്മുടെ ലാബർ ഡോഗ്, ഗോൾഡൻ റിട്രീവർ, ജർമ്മൻ ഷെപ്പേർഡ്, അതുപോലെ ലാസോ ആപ്സോ, ഇന്ത്യൻ സ്പിറ്റ്സ്, അതുപോലെ തന്നെ ഗൈസ് ഷിസു, പിന്നെ അതുപോലെ തന്നെ ഗൈസ് പൊമേറിയൻ, പിന്നെ ഡാഷ്, ബീഗിള്, പഗ്, പിന്നെ ഗൈസ് നമ്മുടെ കോക്കർ സ്പാനിയൽ, പിന്നെ ഗൈസ് വേറെ ഏത് ഡോഗ്സാണ്, പിന്നെ നമ്മുടെ ഡാൽമേഷ്യന്,
ഇതുപോലത്തെ ഡോഗ്സുകളൊക്കെ നമുക്കിനിയും വളർത്താം, കുഴപ്പമില്ല. കാരണം ഇതുപോലത്തെ ഡോഗ്സുകളൊന്നും ഗാർഡ് ഡോഗ്സ് അല്ല, പവർഫുള്ളായിട്ട് ഡോഗ്സ് അല്ല. പിന്നെ ഗൈസ് നമ്മുടെ സ്വന്തം സിബേറിയൻ ഹസ്കി, ഈ ഡോഗ്സുകളൊക്കെ ഇവരൊന്നും അങ്ങനെ പവർഫുള്ളായിട്ട് ഡോഗ്സുകളെ അല്ല. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് വളർത്താൻ പറ്റും ഗൈസ്. ഇപ്പോഴും ഇവരെ വളർത്താൻ പറ്റും, കാരണം ഇവരെ നിരോധിച്ചിട്ടില്ല. ഇവർ ഗാർഡ് ഡോഗ്സും നല്ല പവർഫുള്ളായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള ഡോഗ്സ് അല്ലാത്തതുകൊണ്ടാണ് ഇവരെ നിരോധിക്കാഞ്ഞത് ഗൈസ്. അതുകൊണ്ട് തന്നെ ഡോഗ്സിനെ നമുക്ക് ഇനിയും വളർത്താം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഗാർഡ് ഡോഗ്സ്, നമ്മുടെ സ്വന്തം ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ്സുകളെ മാത്രം വളർത്താൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പം ദിസ് ഈസ് സാനിങ് ഓഫ് റിഷോൺ മാതൃജി. ടക്ക് കൊടുക്കുന്നേരം ബൈ ഗൈസ്. അതിന് മുമ്പ് പറയട്ടെ ഗൈസ്, ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഗൈസ്. അതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോറി ഗൈസ്, കാരണം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഡോഗ്സിനെ വളർത്തുന്നവരും ഇനിയും വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഇതെന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ല ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്. ദിസ് ഈസ് സാനിങ് ഓഫ് റിഷോൺ മാതൃജി. ടക്ക് കൊടുക്കുന്നേരം ബൈ ഗൈസ്.